നിങ്ങൾക്കറിയാമോ നമ്മുടെ തൊട്ടടുത്തുള്ള ബംഗ്ലാദേശിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്? വർത്തമാനകാലത്തെ ഒരു രക്തരഹിത വിപ്ലവം എന്ന് ഒറ്റ വാചകത്തിൽ വേണമെങ്കിൽ പറയാം. എന്നാൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആദ്യം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായും പിന്നീട് പാകിസ്ഥാന്റെ ഭാഗമായും അതിനുശേഷം സ്വതന്ത്ര പരമാധികാര സോഷ്യലിസ്റ്റ് രാജ്യമായും മാറിയ ബംഗ്ലാദേശിൽ ഇത്ര വലിയ പ്രക്ഷോഭത്തിലേക്ക് വിദ്യാർത്ഥികളെ തള്ളിവിട്ടത് പഴയ മാതൃരാജ്യമായ പാകിസ്ഥാനാണ് എന്നാണ് പറയപ്പെടുന്നത്. വിമോചന സമരകാലം മുതൽ ബംഗ്ലാദേശിൽ സജീവമായിരുന്ന പാക് പക്ഷപാതികളെ ആളും അർത്ഥവും ആവേശവും നൽകി പാക് ചാരസംഘടനയായ ISI ഒരു കലാപത്തിന് സർവ്വസജ്ജരാക്കിയിരുന്നു എന്നാണ് ബംഗ്ലാദേശിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ട്. ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും വിമുക്ത ഭടന്മാരുടെയും കുടുംബങ്ങൾക്ക് സർക്കാർ ജോലികളിൽ 30% സംവരണം നൽകുന്ന കോട്ട സമ്പ്രദായം പുനഃസ്ഥാപിച്ചതോടെയാണ് വിദ്യാർത്ഥികൾ തെരുവിലേക്ക് ഇറങ്ങിയത്. വാസ്തവത്തിൽ ഷെയ്ഖ് ഹസീനയുടെ പിതാവാണ് ആദ്യം ഇത്തരത്തിലൊരു സംവരണം രാജ്യത്ത് അവതരിപ്പിച്ചത്. എന്നാൽ അതേ സംവരണം മകളെ അധികാരത്തിൽ നിന്ന് മാത്രമല്ല രാജ്യത്ത് നിന്ന് തന്നെ നിഷ്കാസനം ചെയ്യിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാനാകുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ബംഗ്ലാദേശിൻ്റെ ചരിത്രമോ രാഷ്ട്രീയമോ ഭാവിയോ ഒന്നുമല്ല. മറിച്ച് വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭത്തെ പരിഹസിക്കാൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന ഉപയോഗിച്ച ഒരു പദമാണ് റസാക്കാർ. ജൂലൈ 1 ആരംഭിച്ച പ്രക്ഷോഭം വളരെ പെട്ടെന്ന് ശക്തമായത് ജൂലൈ 14 ഷെയ്ഖ് ഹസീന നടത്തിയ റസാക്കാർ പരാമർശത്തിലൂടെയാണ്. സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ചെറുമക്കൾക്ക് കോട്ട ലഭിച്ചില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ആനുകൂല്യം നൽകേണ്ടത്? റസാക്കർമാരുടെ ചെറുമക്കൾക്കോ എന്നായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ ചോദ്യം. ഇതോടെ ആരാണ് ഞാൻ, ആരാണ് നീ, റസാക്കാർ റസാക്കാർ എന്ന മുദ്രാവാക്യവുമായി വിദ്യാർത്ഥികൾ തെരുവിലേക്ക് ഇറങ്ങി. വിദ്യാർത്ഥികളെ ഇത്രയേറെ പ്രകോപിപ്പിച്ച ഈ റസാക്കാർ ആരാണെന്ന് നമുക്കൊന്ന് നോക്കി വരാം. കാലം 1971. ബംഗ്ലാദേശ് വിമോചന സമരം കത്തി നിൽക്കുന്ന സമയം. കിഴക്കൻ പാകിസ്ഥാന്റെ വിമോചന സ്വപ്നങ്ങളെ രക്തസ്നാനം ചെയ്യിച്ച് നിശബ്ദമാക്കാൻ ബംഗാളിലെ കശാപ്പുകാരൻ എന്ന പേരിൽ കുപ്രസിദ്ധനായ ജനറൽ ടിക്കാ ഖാൻ കച്ചകെട്ടിയിറങ്ങിയ കാലം. ഇന്ത്യൻ സൈന്യത്തിന്റെ പിന്തുണയുള്ള ഗറില്ല പ്രതിരോധ പ്രസ്ഥാനമായ മുക്തി ബാഹിനിയെ ചെറുക്കാൻ തങ്ങളുടെ ആളും ആരവങ്ങളും ആയുധങ്ങളും ഒന്നും പോരാ എന്ന് ജനറൽ ടിക്കാ ഖാൻ തിരിച്ചറിയുന്നു. വിമോചന പ്രസ്ഥാനത്തെ ഉള്ളിൽ നിന്ന് ഞെക്കിക്കൊല്ലുക മാത്രമാണ് ഏക പോംവഴിയെന്ന് മനസ്സിലാക്കിയ ടിക്കാ ഖാൻ അതിനായി ആളുകളെയും കണ്ടെത്തി. അന്ന് ജനറൽ ടിക്കാ ഖാൻ ഒറ്റുകാരായി കണ്ടെത്തിയ ബംഗ്ലാദേശികളെ കാലം അടയാളപ്പെടുത്തിയത് റസാക്കാർ എന്ന പേരിലായിരുന്നു. അതെ, അക്ഷരം തെറ്റാതെ ഒറ്റുകാരെന്ന് വിളിക്കാവുന്ന കൂലിപ്പടയാളികൾ. ഇന്നത്തെ ബംഗ്ലാദേശിലെ ഖുൽന ജില്ലയിലാണ് ആദ്യ റസാക്കാർ ക്യാമ്പ് സ്ഥാപിച്ചത്. ജമാഅത്തെ ഇസ്ലാമി നേതാവ് AKM യൂസഫ് ആയിരുന്നു അതിനു പിന്നിൽ. ജമാഅത്തെ ഇസ്ലാമി, അൽ ബദൽ, അൽ ഷംസ് തുടങ്ങിയ പ്രസ്ഥാനങ്ങളിലെ പ്രവർത്തകർ റസാക്കർമാരായി പരകായ പ്രവേശം നടത്തി. സാമൂഹികവും സാമ്പത്തികവുമായി പിന്നോക്കം നിൽക്കുന്നവരെ പണം നൽകിയും മതവികാരം മുതലെടുത്തുമായിരുന്നു റസാക്കർമാരാക്കിയിരുന്നത്. കിഴക്കൻ പാകിസ്ഥാനിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകളായ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടെ പാകിസ്ഥാൻ സായുധ സേന സ്വാതന്ത്ര്യ സമര സേനാനികളെ ലക്ഷ്യം വെച്ച് നടത്തിയ അതിക്രമങ്ങൾക്ക് ഇവർ പിന്തുണയും നൽകി. അടിച്ചമർത്താൻ പാകിസ്ഥാൻ സൈന്യം അർദ്ധസൈനിക വിഭാഗം എന്ന സ്ഥാനം ഈ ഒറ്റുകാർക്ക് നൽകുകയും ചെയ്തു. ബംഗാളികളും ഉറുദു സംസാരിക്കുന്ന ബീഹാറുകളും റസാക്കർമാരായി മാറി. റസാക്കർ എന്ന പെർഷ്യൻ പദത്തിൻ്റെ അർത്ഥം സന്നദ്ധ പ്രവർത്തകർ എന്നാണ്. എന്നാൽ ബംഗ്ലാദേശ് വിമോചന സമരത്തെ അടിച്ചമർത്താൻ പാക് പട്ടാളത്തിന് സന്നദ്ധ പ്രവർത്തകരായി മാറിയവർ ജന്മനാടിൻ്റെ ഒറ്റുകാർ മാത്രമായിരുന്നു. സ്വന്തം ജനതയെ ഒറ്റുകൊടുക്കുക മാത്രമല്ല ഇവർ ചെയ്തത്. വിമോചന പോരാളികളെ കൂട്ടക്കൊല ചെയ്തു. നിരപരാധികളായ സ്ത്രീകളെ ക്രൂര ബലാത്സംഗം ചെയ്തു. മനുഷ്യർ കേട്ടാൽ മരവിച്ചു പോകുന്ന ക്രൂരതകളാണ് റസാക്കർമാർ അന്ന് ചെയ്തു കൂട്ടിയത്. ഏകദേശം 50,000 റസാക്കർമാർ ബംഗ്ലാദേശികൾക്കെതിരായ കൊടും ക്രൂരതകൾക്ക് രംഗത്തെത്തി. റസാക്കർമാരുടെ ക്രൂരതകളുടെ അനന്തരഫലം തീർത്താൽ തീരാത്ത നഷ്ടങ്ങൾ മാത്രമായിരുന്നു. 3 ദശലക്ഷം ബംഗാളികൾ മരണപ്പെട്ടു. 4 ദശലക്ഷം സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായി. ബംഗ്ലാദേശിലെ പാകിസ്ഥാൻ അധിനിവേശത്തിനും ചൂഷണത്തിനുമെതിരെ ശബ്ദമുയർത്തിയ സാധാരണക്കാരെയും വിദ്യാർത്ഥികളെയും ബുദ്ധിജീവികളെയും മത ന്യൂനപക്ഷങ്ങളെയും അവർ വേട്ടയാടി. അവർക്കായി തടങ്കൽ പാളയങ്ങൾ പ്രവർത്തിപ്പിച്ചു. കൊലയും കൊള്ളിവെപ്പും ബലാത്സംഗവും ഉൾപ്പെടെയുള്ള ക്രൂരതകളുടെ പര്യായമായി റസാക്കർമാർ മാറി. ജന്മമെടുക്കും മുമ്പേ സ്വരാജ്യത്തെ ജനതയെ ഒറ്റുകൊടുത്തവർ ഇന്നും ബംഗ്ലാദേശികളുടെ മനസ്സിലെ മായാത്ത മുറിവാണ്. ബംഗ്ലാദേശ് സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ജമാഅത്തെ ഇസ്ലാമി സേനാംഗങ്ങളെ കൂട്ടത്തോടെ വിചാരണ ചെയ്യുകയും വധശിക്ഷയ്ക്ക് വിധേയരാക്കുകയും ചെയ്തു. പിന്നീട് റസാക്കാർ എന്ന പ്രയോഗം ബംഗ്ലാദേശിൽ ദേശവിരുദ്ധിയുടെ പര്യായമായി മാറുകയായിരുന്നു. സ്വാതന്ത്ര്യം നേടി 5 പതിറ്റാണ്ടുകൾക്ക് ശേഷവും റസാക്കാർ എന്ന വാക്ക് ബംഗ്ലാദേശിൽ അത്യന്തം നിന്ദ്യവും അപമാനകരവുമാണ്. ഇതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയോട് കടുത്ത എതിർപ്പുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ റസാക്കാർ പ്രയോഗത്തോടെ കൂടുതൽ രോക്ഷാകുലരായി പ്രതികരിച്ചത്. ഹസീനയെ പരിഹസിക്കാൻ ഞാൻ അവകാശങ്ങൾ ചോദിക്കാൻ പോയി, പകരം റസാക്കാറായി എന്ന മുദ്രാവാക്യവും വിദ്യാർത്ഥികൾ ഉയർത്തി. ഭിന്നാഭിപ്രായം തടയാനാണ് ഹസീന തങ്ങളെ റസാക്കർമാരായി മുദ്രകുത്തിയതെന്ന് പ്രതിഷേധക്കാർ പറയുന്നു.
ബംഗ്ലാദേശ് വിമോചന സമരത്തിൻ്റെ ചരിത്രം ഓർമ്മിപ്പിച്ച് വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ നേരിടാനുള്ള ഹസീനയുടെ രാഷ്ട്രീയ നീക്കമായിരുന്നു റസാക്കാർ പ്രയോഗം. എന്നാൽ ആ പ്രയോഗം ഉപയോഗിച്ച് തന്നെ പ്രക്ഷോഭത്തെ വിദ്യാർത്ഥികൾ തങ്ങളുടെ പ്രതിഷേധാഗ്നിയായി ആളിക്കത്തിച്ചു. പിറക്കാൻ പോകുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഭ്രൂണഹത്യ നടത്താൻ കാവൽ നിന്നവരുടെ പേരിൽ പതിറ്റാണ്ടുകൾക്കിപ്പുറം ഒരു വിപ്ലവം സാധ്യമായിരിക്കുന്നു. ബംഗ്ലാദേശിൽ കാലം തിരിച്ചടിച്ചതോ അതോ കാലത്തിനും കണക്കുകൂട്ടലുകൾ പിഴച്ചതോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം.